അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് അതിന് പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൽ മുക്കാൽ, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് വളരെ ഒരു ശുഭകരമായിട്ടുള്ള അവസ്ഥയാണ്. ഗുരു ശുക്രന്മാർ ഒന്നിച്ച് ലഗ്നത്തിൽ വരുന്ന കാലമാണ്. ജീവിതത്തിലുള്ള സമസ്ത മേഖലയിലും ഉയർച്ച ഉണ്ടാകാവുന്നതാണ്. നമ്മുടെ പ്രവർത്തന മികവുകളൊക്കെ തെളിയിക്കാൻ സാധിക്കുന്നതാണ്. തൻ്റെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ ഭംഗിയായിട്ട് തെളിയിക്കാൻ സാധിക്കും. ആകർഷകമായിട്ടുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും. അതുപോലെ തന്നെ ആശയവിനിമയ ശേഷിയും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും അഥവാ ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവരിൽ പുതിയ കരാറുകൾ ഉണ്ടാക്കാനും ഈ നൂതന ബന്ധങ്ങളിൽ കൂടെ ലാഭമുണ്ടാക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഒരു സ്വാധീനം ഉണ്ട്. അതുകൊണ്ട് ധനവർദ്ധനവ് ഉണ്ടാകും, ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺസ് ഇതൊക്കെയും നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ്. ആഡംബര ചിലവുകൾ ഉണ്ടാകും, ലഗ്നത്തിൽ ശുക്രനാണ് എന്നുള്ളതുകൊണ്ട് അത് കഴിയുന്നത്ര നിയന്ത്രിക്കുക. കുടുംബാന്തരീക്ഷവും വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷമാണ് ഇവർക്ക് ഈ ഒരാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും ഒരു കൂടുതലുള്ള അമിതമായിട്ടുള്ള ചിന്ത, ആലോചന മുതലായവ കൊണ്ട് ഉണ്ടാകാവുന്ന ചെറിയ സ്ട്രെസ്സുമൊക്കെ ഉണ്ടാകാം. ഇവർക്ക് ബുധനെ അഥവാ ബുധശാന്തി ചെയ്യാം. അഥവാ അവതാര വിഷ്ണു ആയിട്ടുള്ള ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം മുതലായിട്ടുള്ള അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്.